നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കൊന്നക്കുഴി മേഖലയിൽ സാമൂഹ്യദ്രോഹികൾ വ്യാപകമായി നശിപ്പിച്ചു. ശുദ്ധിച്ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ആരംഭിച്ചു. ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ അധികാരത്തിലുള്ള CPIM, CPI പാർട്ടികൾ ചെയ്യേണ്ടത് പ്രമേയവും മാർച്ചും അല്ല, ശക്തമായ ഇടപെടലാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് താജൻ. കുറ്റിച്ചിറയിൽ ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തൂമ്പാക്കോട്, പീലാർമുഴി, കുറ്റിക്കാട്, വെട്ടിക്കുഴി തുടങ്ങിയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് RJD പരിയാരം മേഖലാ കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സത്യാഗ്രഹം നടത്തി. സംസ്ഥാനത്ത് ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമായി. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വാർത്തകൾ വിശദമായി. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കൊന്നക്കുഴി മേഖലയിൽ സാമൂഹ്യദ്രോഹികൾ വ്യാപകമായി നശിപ്പിച്ചു. കേബിളുകൾ നശിപ്പിച്ചതോടെ മേഖലയിൽ ഇന്റർനെറ്റ് സൗകര്യവും കേബിൾ TV സിഗ്നലുകളും തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാത്രിയുടെ മറവിലാണ് കേബിളുകൾ നശിപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കേബിൾ ഓപ്പറേറ്റർ അതിരപ്പള്ളി പോലീസിൽ പരാതി നൽകി. കേബിൾ നശിപ്പിച്ച സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമികളെ കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നത്. കേബിൾ നശിപ്പിച്ചവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നിലച്ചതോടെ നൂറുകണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത കൊന്നക്കുഴി മേഖലയിൽ ജനങ്ങൾക്ക് ഏക ആശ്രയം കേരള വിഷന്റെ ഇന്റർനെറ്റ് സൗകര്യമാണ്. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ നശിപ്പിച്ച സംഭവത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ശുദ്ധിച്ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ആരംഭിച്ചു. ശനിയാഴ്ചത്തെ ഗുരുവായൂരപ്പന്റെ പ്രതിമാസ ശുദ്ധിയുടെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം ശ്രീഭൂതബലി ഉണ്ടാകും. ഈ സമയത്ത് ദർശന നിയന്ത്രണമുണ്ടാകും. ഭക്തർ സഹകരിക്കണമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പണമായി പഴകിയതും ഉപയോഗശൂന്യവുമായ അവൽ സമർപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഗുണമേന്മ കുറഞ്ഞതും പഴകിയതുമായ അവൽ സമർപ്പിക്കുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാതെ തുണിയിലും കവറിലും പൊതിഞ്ഞ അവിലുകൾ സമർപ്പിക്കുന്നത് ഭക്തർ ഒഴിവാക്കണം. ദിനംപ്രതി ചാക്ക് കണക്കിന് അവിലാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. പൊതിഞ്ഞാണ് ഭക്തർ വഴിപാടായി അവിൽ സമർപ്പിക്കുന്നത്. ചിലർ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയും സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവയിലേറെയും പഴകിയ പൂപ്പൽ ബാധിച്ചതും ഗുണനിലവാരം കുറഞ്ഞതുമാണ്. ഉൽപ്പാദിപ്പിച്ച തീയതിയോ ഉപയോഗിക്കാവുന്ന കാലാവധിയോ രേഖപ്പെടുത്തിയിട്ടില്ല. സ്ഥാപനത്തിന്റെ പേരോ അഡ്രസ്സോ കവറിൽ ഉണ്ടാകാറില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാതെ വിൽക്കുന്ന അവിലുകൾ വാങ്ങി സമർപ്പിക്കുന്നത് ഭക്തർ ഒഴിവാക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തണം. മാത്രമല്ല, ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ലഭിച്ച ഉപയോഗശൂന്യമായ കിൻഡൽ കണക്കിന് അവൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ദേവസ്വത്തിന് അധിക ബാധ്യതയായി മാറിയിട്ടുണ്ട്. ആകയാൽ ഗുണമേന്മയുള്ളതും ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിച്ച് വിതരണത്തിനെത്തിക്കുന്നതുമായ അവൽ സമർപ്പിക്കാൻ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഭക്തരുടെ അഭ്യർത്ഥന പ്രകാരം ഗുണമേന്മയുള്ള അവൽ സമർപ്പണത്തിന് ലഭ്യമാക്കാൻ ദേവസ്വം നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ അറിയിച്ചു. ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ അധികാരത്തിലുള്ള CPIM, CPI പാർട്ടികൾ ചെയ്യേണ്ടത്
പ്രമേയവും മാർച്ചും അല്ല, മറിച്ച് ശക്തമായ ഇടപെടലാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് താജറ്റ്. കരാർ നിർമ്മാണ പ്രവൃത്തികളും സേഫ്റ്റി ഓഡിറ്റിംഗിലെ പരിഹാര നിർദ്ദേശ നിർമ്മാണവും കഴിയാതെ ടോൾ നിരക്ക് ഉയർത്തരുതെന്നും പിരിവ് നിർത്തണമെന്നും മറ്റും ആവശ്യങ്ങൾ ഉന്നയിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി താൽക്കാലിക ഉത്തരവിട്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ നില ഈ നിലയിൽ തുടർന്നാൽ ടോൾ നിർത്തേണ്ടി വരുമെന്നാണ് താൽക്കാലിക ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഭരണകക്ഷികളായ CPM ടോൾ പ്ലാസ മാർച്ചും CPI പ്രമേയവുമായി ഈ വിഷയത്തിൽ നിൽക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. എന്തുകൊണ്ട് സർക്കാരിന് ഈ ആവശ്യം NHAIയോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുന്നില്ല എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പാലിയേക്കര കരാർ കമ്പനിയുടെ ലംഘനത്തിനെതിരെ ശക്തമായ സമരത്തിലും നിയമ നടപടിയിലുമാണ്. ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിൽ മൗനം ദീക്ഷിക്കുകയാണ്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെക്കാൻ CPM ടോൾ പ്ലാസ മാർച്ചും CPI പ്രമേയം അവതരിപ്പിക്കുന്നത് നിർത്തി സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ നടന്ന CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം CPMന്റെയും LDFന്റെയും ടോൾ പ്ലാസ മാർച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഭരണകക്ഷിയായ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMഉം CPIയും എന്തിനാണ് ഇങ്ങനെ മാർച്ചും പ്രമേയവും ഒക്കെ ആയിട്ട് നടക്കുന്നത്? അവരുടെ സർക്കാരല്ലേ, അവരല്ലേ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ടത് ടോൾ പിരിവ് നിർത്തിവെക്കാൻ. പക്ഷെ ഈ സമയം വരെ സർക്കാർ അത് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ഞങ്ങൾ ഈ സമരത്തിലുണ്ട് എന്ന് കാണിക്കാനാണ് CPMഉം CPIയും ശ്രമിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും പണി പൂർത്തീകരിക്കാതെ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുറത്താക്കാൻ NHAI ആർബിട്രേഷൻ ട്രൈബ്യൂണൽ നൽകിയ കേസിൽ സർക്കാരിനെ കക്ഷി ചേർത്തത് ഡൽഹി ഹൈക്കോടതിയിൽ പോയി സർക്കാർ ട്രിബ്യൂണൽ കേസിൽ നിന്നും ഒഴിവായ നടപടി ദുരൂഹമാണ്. ദേശീയപാത തകർന്ന് ഗതാഗതം താറുമാറായ സാഹചര്യത്തിൽ ടോൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് താൽക്കാലിക ഉത്തരവിട്ട് കേസ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരടങ്ങിയ ബെഞ്ച് ജൂലൈ 16 കേസ് നീട്ടിവെച്ച സാഹചര്യത്തിൽ ഇനിയും സർക്കാർ നിലപാടെടുക്കാൻ താമസിക്കരുതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് താജറ്റ് ആവശ്യപ്പെട്ടു. കുറ്റിച്ചിറയിൽ ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കുറ്റിച്ചിറ മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെയും പുളിങ്കര സെന്റ് മേരീസ് പള്ളി KCYMന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പുളിങ്കര ദേവാലയ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. തുടർന്ന് കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ അധ്യക്ഷനായി. പുളിങ്കര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ ആമുഖ പ്രഭാഷണവും എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ TK സന്തോഷ് മുഖ്യ സന്ദേശവും നൽകി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, വെള്ളിക്കുളങ്ങര SHO K കൃഷ്ണൻ, കുറ്റിച്ചിറ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി PS രാധാകൃഷ്ണൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PP ശശിധരൻ, ചായപ്പങ്കുഴി ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് റിൻസൻ മണവാളൻ, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് CS അജയൻ, KCYM പ്രസിഡന്റ് അഭിഷേക് ജോയ്, മറ്റ് ജനപ്രതിനിധികൾ, KCYMന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെയും നേതാക്കൾ എന്നിവർ സംസാരിച്ചു. KCYM സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന പൊതുയും സ്വാഗതം ചെയ്യുന്നു. നന്മയുടെ തുടക്കത്തിനായി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥന നയിക്കുന്നതിനായി കുറ്റിച്ചിറ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ ശശിധരൻ, ശ്രീ KP ജെയിൻ, ശ്രീ K കൃഷ്ണൻ, കുമാരി ഡയാന ഡേവിസ്, ശ്രീ റിൻസൻ മണവാളൻ, കുമാരി അലീന ജോയ് കിഴക്കുംതല,
മലയോര മേഖലകളിലെ തകർന്ന തരിപ്പണമായ തൂമ്പാക്കോട്, പീലാർമുഴി, കുറ്റിക്കാട്, വെട്ടിക്കുഴി തുടങ്ങിയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് RJD പരിയാരം മേഖലാ കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സത്യാഗ്രഹം നടത്തി. RJD ജില്ലാ കമ്മിറ്റി അംഗം ഹസീന നിഷാബ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ, RJD പ്രസിഡന്റ് പോൾ പുല്ലൻ, NC ബോബൻ, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, അപർണ ടീച്ചർ, KL ജോസ്, ജിജു കരിപ്പായി, ലില്ലി കാച്ചപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ജനകീയ സത്യാഗ്രഹത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ ആനിജോയ്, നമ്മുടെ പരിയാരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആനിജോയ് അവരുടെ ആദ്യമായി റോഡിന്റെ ആയാലും മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പോരായ്മകൾ വികസന പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പഴി കേൾക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, പഞ്ചായത്തിന്റെ രീതിയിലുള്ള ഫണ്ടുകളെല്ലാം വളരെ തുച്ഛമായ രീതിയിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്റെ വാർഡിലേക്ക് ഇത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് തന്റെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഗതാഗത സംവിധാനങ്ങൾ റോഡ് ഉൾപ്പെടെ മോശമായ ഒരു പ്രദേശം കേരളത്തിൽ വേറെ ഈ തൂമ്പാക്കോട് റോഡ് പോലെ, ഈ കുറ്റിക്കാട് റോഡ് പോലെ, ചായപ്പുകുഴി വെട്ടിക്കുഴി റോഡ് പോലെ, പീലാറൻകുഴിയിലേക്കുള്ള റോഡ് പോലെ കേരളത്തിൽ ഏതാണ്ട് 95% പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലും പോകാൻ വേണ്ടി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഭരണപക്ഷത്തുള്ള MLA-മാരുമുണ്ട്, പ്രതിപക്ഷത്തുള്ള MLA-മാരുമുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത രീതിയിൽ യാത്രാ ദുരന്തം നേരിടുന്ന ഒരു പ്രദേശം നമ്മുടെ പ്രദേശത്തെ പോലെ കാണുന്നു. ആരാണ് ഇത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടത്? ആരാണ്? നിങ്ങൾ പറയുക, ആരാണത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത്? സംസ്ഥാനത്ത് വീണ്ടും വർദ്ധിച്ച് സ്വർണ്ണവില. ഒരിക്കൽ കൂടി 73,000 കടന്നു. പവന് ഒറ്റയടിക്ക് 520 രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും സ്വർണ്ണവില 73,000 കടന്നത്. 73,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 65 രൂപയാണ് കൂടിയത്. 9,140 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ചയും ഒറ്റയടിക്ക് 440 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഏറിയും കുറഞ്ഞു നിൽക്കുകയായിരുന്നു സ്വർണ്ണവില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 72,160 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. എന്നാൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1000-ലധികം രൂപയാണ് വർദ്ധിച്ചത്. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. എന്നാൽ പിന്നീട് വില താഴുകയായിരുന്നു. CPIM ചാലക്കുടി മുൻ ഏരിയ സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന വർഗീസ് കുമിരിക്കലിന്റെ 6ാം അനുസ്മരണം നടത്തി. കൊരട്ടിയിൽ നടത്തിയ അനുസ്മരണം CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KP തോമസ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, TP ജോണി, അഡ്വക്കേറ്റ് KR സുമേഷ്, അഡ്വക്കേറ്റ് KA ജോജി, KB ഷബീർ, TK ആദിത്യവർമ്മരാജ, AM ഗോപി, AA ബിജു, KK രാജൻ, MJ ബെന്നി, ജയരാജ് ആറ്റപ്പാടം എന്നിവർ സംസാരിച്ചു. ജയിലിൽ കിടന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നൊരു കാലത്ത്, അതൊന്നും ആഗ്രഹിക്കാതിരുന്നൊരു കാലത്ത്, ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് സമ്പൂർണമായ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കാവുന്നവരാണ് അത്തരം ആളുകൾ. ഇതൊക്കെ ഞാൻ ആരും കുറ്റം പറയല്ല. കുറച്ചാളെങ്കിലും എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടി എന്ന നിലയിൽ കരുതുന്നവരുണ്ട്. കുറച്ചാളെങ്കിലും അങ്ങനെ ഞാൻ വിമർശനാത്മകമായി പറയാണ്. പക്ഷേ അക്കാലത്ത് ഒന്നും സ്വപ്നം കാണാനില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നം എന്ന് പറയുന്നത് എത്ര കാലം ജയിലിൽ കിടക്കാൻ കഴിയും? എപ്പോഴാണ് ഗുണ്ടകളുടെ KP ജോസഫ് മാസ്റ്റർ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹനീയ മാതൃകയാണെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ. KP ജോസഫ് മാസ്റ്ററുടെ 6ാം ചരമവാർഷിക അനുസ്മരണം ചാലക്കുടി മദർ റെസിഡൻസി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഡെന്നിസ് K ആന്റണി, നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, PI മാത്യു, വർഗീസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പോളി റാഫേൽ സ്വാഗതവും സെബാസ്റ്റ്യൻ കർണകുളത്തി നന്ദിയും രേഖപ്പെടുത്തി. നിക്സൺ പുടുത്താസ്,
ശരത് ഉണ്ണികൃഷ്ണൻ, ബിന്ദു ഡേവിസ്, നന്ദകുമാർ തോട്ടപ്പള്ളി, ജോസഫ് കോലാത്ത്, ഫ്രാൻസിസ് സേവ്യർ, MD വിനു, VT ജോസ് തങ്കച്ചൻ, ജോയ് പുത്തൻപുരയിൽ, PK ശങ്കർദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കുപരി പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ചു നിന്ന ജോസഫ് മാഷ് 79 ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചു. പഞ്ചായത്ത് മെമ്പറായി, സൊസൈറ്റി ഡയറക്ടർ മെമ്പറായിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കുരട്ടി മണ്ഡലം പ്രസിഡന്റായി, നിയോജകമണ്ഡലം സെക്രട്ടറിയായി, നിയോജകമണ്ഡലം പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി, അങ്ങനെ പാർട്ടിയുടെ വിവിധ മേഖലകളിൽ ശോഭിച്ചിരുന്നെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി 2010 ഞാനിപ്പോഴും ഓർക്കുന്നു, കൊട്ടി മേഖലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നു. ശ്രീ ഡെന്നീസ് ആന്റണി അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നു. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസിൻ്റെ 2 ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പം ഇപ്പോഴത്തെ കേരള കോൺഗ്രസിൻ്റെ പരിയാരം മണ്ഡലം പ്രസിഡന്റ് അന്ന്. ചാലക്കുടി നഗരസഭയ്ക്ക് മാലിന്യ ശേഖരണത്തിന് ഇനി കുഞ്ഞൻ ഇലക്ട്രിക് ഓട്ടോ. വലിയ വാഹനങ്ങൾ പോകാത്ത ഇടങ്ങളിൽ ഇനി കുഞ്ഞൻ ഓട്ടോ എത്തി മാലിന്യം ശേഖരിക്കും. കൊക്കോകോള കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നഗരസഭയ്ക്ക് കുഞ്ഞൻ ഇലക്ട്രിക് ഓട്ടോ വാങ്ങി നൽകിയത്. സനീഷ് കുമാർ ജോസഫ് MLAയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൊക്കോകോള കമ്പനി നഗരസഭയ്ക്ക് വാഹനം ലഭ്യമാക്കിയതെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. ഭാരിച്ച ഇന്ധന ചെലവില്ലാതെ വാഹനം പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് പ്രധാന മെച്ചം. വനിതകളാണ് ഓട്ടോ ഡ്രൈവർമാർ. ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിലവിൽ 2 പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത്. വാഹനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. ഉപാധ്യക്ഷ ശ്രീദേവി, UDF പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു S. ചിറേത്ത്, സ്ഥിരം സമിതി അധ്യക്ഷനായ KV പോൾ, ആനി പോൾ, MM അനിൽകുമാർ, നഗരസഭയുടെ മുൻ അധ്യക്ഷനായ VO പൈലപ്പൻ, AB ജോർജ്, ആലി ഷിബു, കൗൺസിലർമാരായ തോമസ് മാലിയക്കൽ, വത്സൻ ചമ്പക്കര, ജോജി കാട്ടാളൻ, KP ബാലൻ, സൂപ്രണ്ട് C. സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. ഈ പരിപാടി സാഹചര്യമൊരുക്കിയ ബഹുമാനായ കൊക്കക്കോള ക്ലസ്റ്റർ ഹെഡിന്റെ തലവൻ KK ജോസഫ് അവരുടെ 540 പ്രതിനിധികളായ ബിനി സക്രിയ, അരുൺ M എന്നീ ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെ, പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സന്ദർഭമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണം എന്ന വലിയ മഹത് ഉദ്യമം ഈ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റും അടക്കം മാലിന്യമില്ലാത്ത രാജ്യമാക്കി, കേരളമാക്കി മാറ്റുന്നത് എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ചാലക്കുടി നഗരസഭ ഹരിത നഗരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുറേ കാലമായി വലിയ തീവ്രമായ പ്രയത്നത്തിലാണ്. ഇതിന്റെ ഭാഗമായി ഈ നഗരസഭയുടെ വിവിധ 36 വാർഡുകളിലുള്ള മുഴുവൻ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുന്നതിന് മുഴുവൻ വീടുകളിലേക്കും മാലിന്യ ഉപാധികൾ നൽകി ഈ നാടിനെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഹരിത നഗരമാക്കി മാറ്റുന്ന പ്രക്രിയയിലാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് നഗരസഭയുടെ മുകളിൽ നിന്ന് ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനം നടത്തുന്ന ബഹുമാനായ MLA അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി വരികയാണ്. ഇതിന്റെ ഭാഗമായി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊക്കക്കോള കമ്പനി ചാലക്കുടി നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി ചെറിയ വഴികളിൽ കൂടി യാത്ര ചെയ്യുന്നതിന് മാലിന്യം ശേഖരിക്കുന്നതിനാവശ്യമായ ചെറിയ വണ്ടി, ഏറ്റവും ചെറിയ വണ്ടി, ഓട്ടോറിക്ഷ സമ്മാനമായി ചാലക്കുടി നഗരസഭയിലെ ഹരിതകർമ്മ സേനയ്ക്ക് സമ്മാനം നൽകിയിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ നാട്ടുകാരനാണ് ഈ കൊക്കക്കോളയുടെ ഹെഡ് ബഹുമാനപ്പെട്ട ജോസഫ് ഏട്ടൻ. അദ്ദേഹം എറണാകുളത്ത് നഗരസഭയ്ക്ക് ഇതുപോലെ അവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തരം വാഹനങ്ങളും അതോടൊപ്പം നമ്മുടെ സ്കൂളുകൾക്കൊക്കെ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വന്തം നാട്ടിൽ ചെയ്യണം. അദ്ദേഹം നേരിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ താല്പര്യം എടുത്ത് പറഞ്ഞിട്ടാണ്. അതോടത്തോട് നന്ദി അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 3 സ്കൂളുകൾക്കാണ് 2 ലക്ഷം രൂപ വില വരുന്ന 2-2.5 ലക്ഷം രൂപ വില വരുന്ന സ്മാർട്ട്
ബോർഡുകൾ ഇപ്പോൾ ചെയർമാൻ്റെ വാർഡിൽ അല്ല വൈസ് അവിടെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചായപ്പൻകുഴി സ്കൂളിൽ, അതുപോലെ മറ്റ് വേറെ സ്കൂളിലേക്ക് 3 സ്മാർട്ട് ബോർഡുകൾ നമുക്ക് 2 ലക്ഷം രൂപ വില വരുന്ന സ്മാർട്ട് ബോർഡ് തന്നിരുന്നു. അതോടൊപ്പം തന്നെ ഹരിത സേനാംഗങ്ങൾ, നമുക്കറിയാം അവർ പലപ്പോഴും തലചുമടായിട്ടാണ് അവർ ഈ വലിയ ക്ഷേമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സഹായിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു വാഹനം അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കൂടുതൽ ഇനിയിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള സൗകര്യങ്ങളും കൊക്കോകോള കമ്പനി നമ്മുടെ നഗരസഭയ്ക്ക് ചെയ്തു തരാമെന്ന് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവർ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാലക്കുടി നഗരസഭ ഒരു ഹരിത നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ അവർക്ക് ഒരുപാട് സഹായകരമാണ്. ഇത് ഇലക്ട്രിക്കൽ വണ്ടിയാണ്. അപ്പോൾ അത് അവർക്ക് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് സാഹചര്യം ഒരുക്കി തന്ന ഏറ്റവും പ്രിയപ്പെട്ട കൊക്കോകോളയുടെ ക്ലസ്റ്റർ ഹെഡ് ജോസഫേട്ടനോട് ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. നല്ലൊരു യൂസ്ഫുൾ പല സ്ഥലത്ത് യൂസ് ചെയ്ത് ഞങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്ത് കണ്ടിട്ടാണ് ഇത് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കാരണം കുറേ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും നമുക്ക് ഡെഫിനറ്റ്ലി കുറേ CSR, കാരണം നമുക്ക് ഫണ്ട് CSR സ്പെൻഡ് ചെയ്യണം. കേരളത്തിൽ ഇത് കുറച്ച് കുറവായിരുന്നു ഞങ്ങളുടെ സ്പെൻഡിങ്. ആ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഡൈവേർട്ട് ചെയ്തത് കേരളത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് പല ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് വളരെ നന്ദി. താങ്ക്സ്. MLAയുടെ ഒരു നല്ലൊരു ഇതുണ്ടായി അക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ താങ്ക്സ്. സേനാംഗങ്ങൾക്ക് മാലിന്യം ഈ ചാലക്കുടി പട്ടണം നഗരവിമുക്തമാക്കുന്നതിന് വേണ്ടി ഈ കൊക്കോകോള കമ്പനി നൽകിയിരിക്കുന്ന ഈ വാഹനം, ഇതിനു കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നു. മാത്രമല്ല ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അവരുടെ നിസ്സീമമായ സഹകരണം. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ എന്നിവരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM 24-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ MN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി AM ഗോപി അധ്യക്ഷനായി. ജിൽ ആന്റണി, KR സുധാകരൻ, KK നിഷാന്ത്, KN ജയശീലൻ എന്നിവർ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ നടന്ന ചില റോഡ് നിർമ്മാണങ്ങളുടെ ഭാഗമായി ആവശ്യമായ കാന നിർമ്മിക്കാതെ എല്ലാ വെള്ളവും ഈ കേന്ദ്രത്തിലേക്ക് മാത്രം എത്താവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മഴ പെയ്താൽ ഈ റോഡ് അടച്ചിടുന്ന ഒരു സമീപനത്തിലേക്ക് നീങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നഗരസഭാ പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഏകോപിച്ച് അതിനാവശ്യമായ പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആ നഗരം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കണം. MLAമാരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ MLAമാരെ കൊണ്ട് ചെയ്യിക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേരിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ മുനിസിപ്പാലിറ്റി നേരിട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഒരു നഗരസഭാ ഭരണത്തിലുള്ള. നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ ബഹുമാനായ MP ബെന്നി ബെഹനാനുണ്ട്, സനീഷ് കുമാർ MLA ഉണ്ട്. ഈ കാലം ഏതെങ്കിലും വഴി കൂടെ ഡൈവേർട്ട് ചെയ്ത് അത് പാടത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ പറയുന്നതുകൊണ്ടിരിക്കുക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്താ, നമ്മൾ ഏറ്റവും വേനൽക്കാലത്തും വർഷക്കാലത്തും നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോടാണ് പറയന്തോട്. ചാലക്കുടിയുടെ ഹൃദയഭാഗത്തിലൂടെ പറയന്തോട് കടന്നു പോകുന്നത്. ആ പറയന്തോടാണ് നമ്മുടെ ഇത്. അതിന് ആ പറയന്തോട് കയ്യേറ്റം ഒഴിവാക്കി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ 2016 തൊട്ട് കൗൺസിലെ അന്ന് കർഷകസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചത്. ആ പ്രോജക്റ്റ് നടപ്പാക്കിയാൽ, നഗരസഭാ ഭരണം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയാൽ പറയന്തോട് നല്ല രീതിയിൽ ആ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിലാക്കിയ ചാലക്കുടി പട്ടണത്തിന്റെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം. പരിയാരം പഞ്ചായത്തിലെ ഒറ്റക്കൊമ്പൻ ഉന്നതിയിൽ വളർത്തുനായ പേവിഷബാധയേറ്റ് ചത്തതിനെ തുടർന്ന് ഉന്നതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, വാർഡംഗം ഡെന്നി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചു. പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണം നടത്തി. പരിയാരം വെറ്റിനറി ഡോക്ടർ
അരുണിന്റെ നേതൃത്വത്തിലുള്ള ടീം പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. പ്രദേശം കർശന നിരീക്ഷണത്തിൽ ആയിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നൂതൻ എ, ലേഖ PL, അജീബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ML സന്ധ്യ, SP സൗമ്യ എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു. മൂന്നാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും എല്ലാവർക്കും നമസ്കാരം. പരിയാരം പഞ്ചായത്തിൽ ഇന്നലെ ഒരു VC ജോസേൻ്റെ പരിയാരം പഞ്ചായത്തിൽ ഒറ്റക്കൊമ്പൻ എന്ന സ്ഥലത്ത് കുറ്റിക്കാട് പ്രദേശത്ത് നമ്മുടെ VC ജോസേൻ്റെ വീട്ടിലൊരു കൂട്ടിൽ വളർത്തുന്ന നായയാണ്. അത് ചത്ത്. അതനുസരിച്ച് അത് പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പോൾ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് പരിയാരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള പട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കേരള ലഹരി വിമുക്ത കർമ്മസേന ഫർണിച്ചറുകൾ നൽകി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി. കർമ്മസേന സംസ്ഥാന ചെയർമാൻ തോമസ് കരിപ്പായി അധ്യക്ഷനായി. ഫെറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് ഇൻസ്പെക്ടർ PK സതീഷ് മുഖ്യാതിഥിയായി. നഗരസഭാ കൗൺസിലർ VJ ജോജി, അഡ്വക്കേറ്റ് ജോസ് നായത്തോടൻ, ജിമ്മി കിഴക്കുന്തല, അഡ്വക്കേറ്റ് CA വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി കേന്ദ്രം ജില്ലയിലെ ആദ്യത്തെ വിമുക്തി കേന്ദ്രം എന്നുള്ള രീതിയിലും ഇന്ന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കഴിഞ്ഞ ദിവസം നമ്മുടെ ഉദ്ഘാടനത്തിൽ കണ്ടതുപോലെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിമുക്തി കേന്ദ്രമായി മാറി എന്നുള്ളത് ഒട്ടേറെ പേരുടെ വലിയ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും സഹകരണത്തിന്റെയും ഒക്കെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സൈസ് വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ സംയുക്തമായിട്ട് നടത്തുന്ന ഈ വിമുക്തി കേന്ദ്രം ഈ കാലത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിരവധി ആളുകളുടെ സഹായഹസ്തങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ലയൺസ് ക്ലബ്ബ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്ത വലിയ സാമൂഹ്യ സേവന പ്രവർത്തനം നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. അതിനെ തുടർന്ന് നിരവധി സഹകരണം പല മേഖലകളിൽ നിന്നും നമ്മുടെ വിമുക്തി കേന്ദ്രത്തിലേക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പമാണ് കേരള ലഹരി വിരുദ്ധ കർമ്മസേന ഇപ്പോഴേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഫർണിച്ചറുകളും ഒക്കെ നമുക്ക് ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ലഹരി വിമുക്ത കേന്ദ്രം, ആ ലഹരി വിമുക്ത കേന്ദ്രത്തില് 6 പേർക്ക് മാഡം 6 പേർക്കല്ലേ സൗകര്യം ഉണ്ടായിരുന്നു? 8 പേർക്ക്, വെറും 8 പേർക്ക് മാത്രം അവിടെ താമസിച്ച് ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ബോർഡൻകോയിട്ടുള്ള ലയൺസ് ക്ലബ്ബ് അഭിമാനപൂർവ്വം പറയുന്നു, ലയൺസ് ക്ലബ്ബ് ഏകദേശം 9 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അവിടെ 30 പേർക്ക് കിടത്തി ചികിത്സിക്കാവുന്ന രീതിയിലുള്ള 30 പേർക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും അടക്കം ഏകദേശം 60 പേർക്ക് അവിടെ ചികിത്സ ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഇന്ന് നമ്മുടെ ആസ്പത്രിയുടെ സംജാതമായിരിക്കും. അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 3 കോടി രൂപ വായ്പയുടെ 3ാം ഘട്ട വിതരണവും അഗതിരഹിത കേരളം ഗുണഭോക്താക്കൾക്കുള്ള ഭവന നിർമ്മാണ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ TV അനിത, CDS ചെയർപേഴ്സൺ ലില്ലി ജോണി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ ഷൈനി മാർട്ടിൻ, പോൾ ജോവർ, മനു നാരായണൻ, ലെക്സി ജോയ്, ജിത ഷിജോയ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, നഗരസഭാ മുൻ ചെയർമാൻമാരായ റെജി മാത്യു തോമസ്, ബെന്നി മൂഞ്ഞേലി, DPC മെമ്പർ റീത്ത പോൾ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ TV റെജീന, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, നഗരസഭാ കൌൺസിലർമാർ, CDS ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശാക്തീകരണത്തിനു വേണ്ടി സ്ഥാപിച്ച കുടുംബശ്രീ ഇന്ന് എല്ലാ മേഖലയിലും വൻ വിജയം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇവിടെ 3000 ആളുകൾ
നമ്മുടെ ഈ കുടുംബശ്രീ അംഗങ്ങളാണ്. തീർച്ചയായും സമ്പാദ്യവും അതുപോലെ പുതിയ സംരംഭങ്ങളും ഒക്കെ തുടങ്ങി കേരളത്തിലെ മറ്റ് പല കുടുംബശ്രീകൾക്കും മാതൃകയാവാനും നമ്മുടെ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീമതി ലിലിയുടെ നേതൃത്വത്തിൽ നിരന്തരമായ പരിപാടികളും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ദിനേശ് സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വരുവാനായി ഇവിടെ മടിയും ഒഴിവൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീണ്ട ഒരു തീയതി, ഒരു മാസം കഴിഞ്ഞ ഒരു തീയതി ഇന്ന് തന്നത്. അപ്പോഴും കൂടെ ആലോചിച്ച് ഇപ്പോൾ കുടുംബശ്രീ ഭാരവാഹികളെല്ലാം പറഞ്ഞു. ഏതായാലും ദിനേശ് സാർ വന്നപ്പോൾ ഒരു ഊർജ്ജം കുടുംബശ്രീക്ക് വന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു ഉദ്ഘാടനത്തിന് കിട്ടണം, ചെയർമാൻ നിർബന്ധിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചു. അങ്ങനെ നീണ്ട അവധിക്ക് ശേഷമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഏതായാലും നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ കുടുംബശ്രീയുടെ ഇനിയും എല്ലാ സഹായങ്ങളും നമുക്ക് കുടുംബശ്രീ ഡയറക്ടറിൽ നിന്നും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് ലഭ്യമാകും. ഏതായാലും എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു മാസം മുമ്പാണ് ഒന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ പരിപാടിക്ക് കാണുമെന്ന് പറഞ്ഞത്. സാധാരണ സീരിയസിൻ്റെ പരിപാടിക്ക് ഇതുവരെ പോയിട്ടില്ല. ഇന്നലെയാണ് മലനാട് തിരുവനന്തപുരത്തൊരു സീരിയസിൻ്റെ വാർഷികത്തിന് ആദ്യമായി പോയിരുന്ന രണ്ടാമത്തെ പരിപാടിയാണ് അങ്കമാലിയിൽ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഓഫീസിൽ ഒരുപാട് ഓരോ ദിവസവും മീറ്റിംഗ് കഴിഞ്ഞ് ഉള്ളിലെടുക്കുന്ന സമയത്ത് പറയുന്ന അവസ്ഥയിലാണ് ഓഫീസിൻ്റെ തിരക്കായി സീരിയസിൻ്റെ വർക്ക് എനിക്കറിയാം. അതിൻ്റെ ജില്ലാ മിഷൻ്റെ വർക്കും അതുപോലെ സംസ്ഥാന മിഷൻ എത്രത്തോളം വർക്കുണ്ടാകുന്നില്ല. അത് മുകളിൽ നിന്ന് പല വർക്കുകളും പല ജോലികളും ഇങ്ങനെ താഴത്തോട് തട്ടി വന്നു നിൽക്കുന്നത് തീർച്ചയായിട്ടും സീരിയസിലാണ്. സീരിയസ് ചെയർപേഴ്സൺ ഒരു അക്കൗണ്ടിന് നമുക്കറിയാം എത്ര ആൾക്കാരുണ്ട്. ഇത്രയും വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു ഓഫീസാണ് സീരിയസിൻ്റെ ഓഫീസ്. കുടുംബശ്രീയെക്കുറിച്ച് ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ട് 8 മാസമായതേ ഉള്ളൂ. നിങ്ങൾ വർഷങ്ങളായി കുടുംബശ്രീയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഞാൻ കുടുംബശ്രീ വന്ന് കുടുംബശ്രീയെക്കുറിച്ച് 1-2 മാസം ശരിക്കും പഠിക്കുകയായിരുന്നു. എനിക്കത് മനസ്സിലായത് കുടുംബശ്രീ ജനതാദ മേഖലയില്ല. എനിക്ക് തോന്നുന്നു പാലം നിർമ്മാണം, റോഡ് നിർമ്മാണം വെച്ച് ബാക്കിയൊക്കെ കുടുംബശ്രീ എന്നാണ് തോന്നുന്നത്. എന്ത് തൊട്ടാലും അത് കുടുംബശ്രീ ഇല്ലാത്ത കാര്യമില്ല. കുടുംബശ്രീയെ അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്. എല്ലാ ദിവസവും ഓഫീസിലേക്ക് പല പല സംസ്ഥാനങ്ങളിൽ നിന്നും പല പല ആൾക്കാരും ആഴ്ച മിനിമം ഉണ്ടാകും. കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, കുടുംബശ്രീയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ പ്രത്യേക സ്ഥലം അവർക്ക് വേണ്ടി ഒരു കോർപ്പറേറ്റ് പ്രസന്റേഷൻ പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണോ അവർക്കത് പറഞ്ഞു ആരോഗ്യത്തിൽ ആൾക്കാരെ കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം അതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ 10-27 വർഷം ഉണ്ടാക്കിയ വലിയ വളർച്ചയാണ്. പക്ഷെ എനിക്കൊന്നും ഈ വളർച്ച ഉണ്ടാക്കിയിട്ട് കുറേ കാലം, അതിനുശേഷം അതിനപ്പുറം വളരുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ലളിത വർഗീസ് സ്റ്റാനി ജോസ് അൻസമ ജോസഫ്. 2 മാസത്തിനുള്ളിൽ നമ്മുടെ പാർക്ക് എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നലെ 50 ലക്ഷത്തിന്റെ നമ്മുടെ അമൃതമിത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏവർക്കും അഭിനന്ദനങ്ങൾ. അത് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുമായി ചേർന്ന് അമൃത മിഷനുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതമിത്ര. നഗരസഭയിലെ 3 കുടുംബങ്ങൾക്ക് നമ്മൾ ഭവന നിർമ്മാണം നൽകുന്നതിനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ ഗഡു കൂടി ഇന്ന് ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ മനോഹരമായ ചെയർപേഴ്സൺ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിതാഷി. നല്ലൊരു കൈയ്യടി നമുക്ക് ഈ ജില്ലയ്ക്ക് കൊടുക്കാം. രീതിയിൽ വായ്പ എടുക്കുകയും ഒപ്പം തന്നെ കൃത്യമായി 20,000 രൂപ നമുക്ക് വളരെ നല്ല രീതിയിൽ. സംസ്ഥാനത്ത് ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമായി. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
ബുധനാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ കണക്കിലെടുത്ത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. അങ്കമാലി അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി മീഡിയനിൽ ഇടിച്ചുകയറി. അപകടം വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ. ചാലക്കുടി ഭാഗത്തേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കൊന്നക്കുഴി മേഖലയിൽ സാമൂഹ്യദ്രോഹികൾ വ്യാപകമായി നശിപ്പിച്ചു. ശുദ്ധിച്ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ആരംഭിച്ചു. ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ അധികാരത്തിലുള്ള CPIM, CPI പാർട്ടികൾ ചെയ്യേണ്ടത് പ്രമേയവും മാർച്ചും അല്ല, ശക്തമായ ഇടപെടലാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് താജൻ. കുറ്റിച്ചിറയിൽ ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തൂമ്പാക്കോട്, പീലാർമുഴി, കുറ്റിക്കാട്, വെട്ടിക്കുഴി തുടങ്ങിയ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് RJD പരിയാരം മേഖലാ കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സത്യാഗ്രഹം നടത്തി. സംസ്ഥാനത്ത് ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമായി. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.